സദൃശ്യവാക്യം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കണ്ണ് മങ്ങുന്നതല്ല, മയങ്ങുന്നതല്ല, എല്ലാവരെയും അവൻ നോക്കിക്കൊണ്ടിരിക്കും. ഇസ്രായേൽ ജനം ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന്. ആ രാജാവിനെ ആ ജനത്തിന് മുമ്പാകെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജനത്തെ മുഴുവൻ ഒരു മൈതാനത്ത് വിളിച്ചുകൂട്ടി. എന്നിട്ട് ശമൂവേൽ പ്രവാചകൻ ആ രാജാവിനെ അവർക്ക് പരിചയപ്പെടുത്താൻ പോകുകയാണ്. പക്ഷേ അത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന ശൗലിനെ പെട്ടെന്ന് കാണാതെ. ശൗല് അത്രയും നേരം അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ കാണിച്ചു കൊടുക്കാൻ നേരത്ത് ശൗല് അവിടെ ഇല്ല, പുള്ളി എവിടെയോ മറഞ്ഞു. അവിടെ എല്ലാവരും നോക്കി, ജനത്തോട് എല്ലാവരോടും പറഞ്ഞു, എല്ലാവരെക്കാൾ തോൾ മുതൽ പൊക്കമുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവരും അവിടെ ഇവിടെ എല്ലാം നോക്കിയിട്ടും ശൗലിനെ കണ്ടെത്തിയില്ല. ശമൂവേലിന് ആകപ്പാടെ പ്രയാസമായി. ജനത്തോട് എന്താ പറഞ്ഞത്? രാജാവിനെ കാണിച്ചു തരാം വാ എന്ന് പറഞ്ഞാ വിളിച്ചു കൂട്ടിയത്. ഇപ്പൊ രാജാവ് എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോ കാണിച്ചു കൊടുക്കാനില്ല, പുള്ളി അവിടുന്ന് എവിടെയോ പോയി ഒളിച്ചു. ദൈവം ശമൂവേലിനോട് ഇങ്ങനെയാ പറഞ്ഞത്, അവൻ സാമാനങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കും. ആരും കാണാത്തതൊക്കെ ആര് കാണും? പത്രോസിനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, നീ ചൂണ്ട എടുത്തുകൊണ്ടുപോയി മീൻ പിടിക്കണം, കര കൊടുക്കാൻ കാശില്ല, എനിക്കും നിനക്കും വേണ്ടി ഒരാൾക്ക് 2 പണം വീതം 4 പണം കൊടുക്കണം. അപ്പം ഈ പണം കൊടുക്കാനില്ലാത്തപ്പോഴാ ദൈവം പറഞ്ഞത്, നീ ഇടുന്ന ചൂണ്ടയിൽ ഒരു മീൻ കൊരുക്കും, ആ മീന്റെ വായില് ഒരു ചതുരമ്മപ്പണം ഇരിപ്പുണ്ടെന്ന്. ഗലീല കടലിന്റെ ആഴത്തിൽ ആയിരക്കണക്കിന് മീൻ കിടക്കുമ്പോൾ അതിൽ ഒരു മീൻ ഈ ചൂണ്ടയിൽ കൊരുക്കുമെന്നും അതിന്റെ വായിൽ ഒരു ചതുരമ്മപ്പണം ഇരിപ്പുണ്ടെന്നും അതെടുത്ത് കരം കൊടുക്കാൻ കഴിയുമെന്നും കാണാൻ കഴിഞ്ഞ കർത്താവിന്റെ കണ്ണ് എത്രയോ അതിശക്തമാണ്. അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതാണ്. ഏതും കാണാൻ കഴിയുന്ന, ഒന്നും മറപ്പാനാവാത്ത ദൈവത്തിന്റെ ദൃഷ്ടിയോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. 139-ാം സങ്കീർത്തനത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ കണ്ണിനെ കുറിച്ച് പല വാക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. 139-ാം സങ്കീർത്തനത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യം. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എനിക്ക് ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ആർക്കും മറയ്ക്കാൻ കഴിയാത്ത കണ്ണ്. ദൈവം ശൗലിനെ കണ്ടതുപോലെ, ആ ചതുരമ്മപ്പണം കണ്ടതുപോലെ നിങ്ങളുടെ മനസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹാഗാർ പറഞ്ഞതുപോലെ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നു. ദൈവത്തിന്റെ അക്രാന്ത ദൃഷ്ടിയുള്ള കണ്ണ് നിങ്ങളുടെ ഹൃദയവും വായിക്കാൻ ദൈവത്തിന് കഴിയും. യേശു ക്രിസ്തുവിന്റെ കണ്ണിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ അവന്റെ തലയും തലമുടിയും ഹിമം പോലെ വെളുത്തതാണ്, അവന്റെ കണ്ണിൽ നിന്ന് തീ പാറുകയാണ്, അവന്റെ കാല് ഉലയിൽ ചുട്ട് പഴുപ്പിച്ചതാണ്, വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവനാണ്, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുകയാണ്. അത്ര അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ഒരു കർത്താവ്. ആ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് എല്ലാം കണ്ടു എങ്കിലും പ്രത്യേകിച്ച് യേശു നോക്കി എന്ന സുവിശേഷങ്ങളിൽ എടുത്തു പറയുന്ന 4 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, അപ്പോൾ യേശു തിരിഞ്ഞ പത്രോസിനെ ഒന്ന് നോക്കി. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 61-ാമത്തെ വാക്യം. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളി പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. പതറിപ്പോയ ഒരു മനുഷ്യനെ ആർദ്രതയോടുകൂടെ നോക്കിയതാണ് യേശു ക്രിസ്തുവിന്റെ കണ്ണ്. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. യേശുക്രിസ്തു മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രിയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ രാത്രി ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പത്രോസ് പറഞ്ഞു, കർത്താവേ, ആര് നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല, നിന്നോട് കൂടെ
തടവിലാകുവാനും നിന്നോട് കൂടെ മരിപ്പാനും ഞാന് ഒരുങ്ങിയിരിക്കുന്നു. കർത്താവിനോട് പറഞ്ഞു, ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. എന്താ സംഭവിച്ചത്? കർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. മഹാപുരോഹിതന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. യോഹന്നാൻ അപ്പോസ്തോലൻ ഇച്ചിരി പൈസയൊക്കെ ഉള്ള കുടുംബത്തിൽ പിറന്ന വ്യക്തിയാണ്. കാരണം മറ്റുള്ളവരൊക്കെ തനിയെ മീൻ പിടിക്കുമ്പോ സബദി ജോലിക്കാരെ നിർത്തി മീൻ പിടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ശലോമി യേശു ക്രിസ്തുവിനും ശിഷ്യന്മാർക്കും വസ്തുവകൾ കൊണ്ട് ശുശ്രൂഷ ചെയ്തു. അപ്പൊ പൈസയുള്ള കുടുംബത്തിൽ പിറന്നവനാണ് ആര്? യോഹന്നാൻ. തന്റെ സ്വാധീനത ഉപയോഗിച്ച് താൻ നേരെ ആ മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തേക്ക് പോയി. പക്ഷേ മുക്കുവനായ സാധാരണക്കാരനായ പത്രോസ് അവിടെ വന്നപ്പോ ആ കെട്ടിടത്തിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോ അവൻ പേടിച്ചു പോയി. അവനകത്തോട്ട് പോകാൻ തോന്നിയില്ല. തിരുവെഴുത്ത് വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 16-ാമത്തെ വാക്യം. പത്രോസ് വാതിക്കൽ പുറത്ത് നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്നു വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞ് പത്രോസിനെ അകത്ത് കയറ്റി. വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞ് പത്രോസിനെ എന്ത് ചെയ്തു? അകത്ത് കയറ്റി. യോഹന്നാൻ തന്റെ സ്വാധീനത ഉപയോഗിച്ച് പുറത്തു നിന്ന് ഒരുത്തനെ അകത്തേക്ക് കയറ്റി. ഇന്ന് പകലിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു ദൂതുണ്ട്. നമുക്ക് സമൂഹത്തിലുള്ള സ്വാധീനത പലതും കണ്ടും കേട്ടും പഠിച്ചും ഒക്കെ പുറത്ത് നിൽക്കുന്ന ഒരുത്തനെ അകത്തേക്ക് കൊണ്ടുവരാൻ നമ്മുടെ സ്വാധീനതകൾ ഉപയോഗിക്കപ്പെടട്ടെ. അങ്ങനെ യോഹന്നാൻ സ്വാധീനം ചെലുത്തി അകത്ത് കയറിയെങ്കിലും പുള്ളിക്ക് പിന്നെയും പേടിയാ. പുള്ളിക്ക് യോഹന്നാന്റെ കൂടെ പോയി നിൽക്കാനുള്ള കരുത്തില്ല. പുള്ളി ആകപ്പാടെ പേടിച്ചാറുണ്ട് നിൽക്കുക. പുള്ളി ഒരു കാര്യം ചെയ്ത് നോക്കുമ്പോ പട്ടാളക്കാരെല്ലാം കൂടെ മുറ്റത്തിരുന്ന് തീ കായുക. പുള്ളി പമ്മി അവിടെ പോയിരുന്നു. അവിടെ പോയി ഇരുന്നിട്ട് പുള്ളിക്ക് അങ്ങോട്ട് ഇരിക്കപ്പുറത്തില്ല. കാരണം പേടിച്ചിരിക്കുക. ഇവന്റെ ഈ ഭാവവ്യത്യാസം കണ്ടപ്പം നീ അവനോട് കൂടെ ഉള്ളവനാണോ എന്ന് ചോദിച്ചു. അവൻ എന്നാ പറഞ്ഞത്? ഒന്ന് വായിച്ചു നോക്കിക്കേ. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 70-ാമത്തെ വാക്യം. വേലക്കാരത്തി അവനോട് ചോദിച്ചു, നീ അവനോട് കൂടെ ഉള്ളവനാണെന്ന്. പുള്ളി എന്താ പറഞ്ഞത്? സ്ത്രീയെ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന്. സ്ത്രീ പറയുന്നത് നിനക്ക് തിരിയുന്നുണ്ട്, നീ പറയുന്നത് നിനക്ക് തിരിയുന്നില്ല. എന്താ നീ പറയുന്നത്? ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല. ഇനി അതിന്റെ 72-ാമത്തെ വാക്യം. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ലെന്ന് അവൻ 2ാമതും ആണയോടെ തള്ളി പറഞ്ഞു. 74-ാമത്തെ വാക്യം. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ലെന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. എത്ര പ്രാവശ്യമായി? യേശു എന്താ പറഞ്ഞത്? ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. ആണയിട്ട് പ്രാഗി ഇവൻ ഇങ്ങനെ വാശി പിടിച്ച് എനിക്ക് ആ മനുഷ്യനെ അറിയത്തൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോ തിരുവെഴുത്ത് വായിക്കാണ്. അപ്പോൾ കോഴി കൂവി. യേശു അത്രയും നേരം മഹാപുരോഹിതന്റെ മുഖത്തോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് നമ്മൾ വായിച്ച വാക്യം. അപ്പോൾ യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ആ നോട്ടം, കർത്താവ് നോക്കിയ ആ നോട്ടം അവനെ വല്ലാതെ പിടിച്ചുലച്ചു. പിന്നെ അവൻ അവിടെ നിൽക്കാൻ പറ്റിയില്ല. അവൻ ബന്ധപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയുണ്ടായി. പക്ഷെ യേശുവിന്റെ ആ നോട്ടം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. കർത്താവിന്റെ കണ്ണിൽ ഒരുവൻ പെട്ടാൽ പിന്നെ അവൻ എവിടെ പോയാലും ശരി കർത്താവിനെ നോക്കിക്കൊണ്ടേയിരിക്കും. സമുദ്രത്തിന്റെ അറ്റത്തി എന്ന് പാർത്താലും അവിടെയും നിന്റെ കൈ എന്നെ പിടിക്കും. ഇവൻ പിന്നീട് മീൻ പിടിക്കാനൊക്കെ പോയില്ലേ? കർത്താവിനെ തള്ളിക്കളഞ്ഞില്ല. സകല നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുന്ന കർത്താവ് നഷ്ടപ്പെട്ട ശിഷ്യത്വം അവന് തിരിച്ചു നൽകാൻ വേണ്ടി തിബരിയാസ് കടലിന്റെ തീരത്തേക്ക് കടന്നിരുന്നതായി നാം കാണുന്നു. ഞാനും നിങ്ങളും ഒക്കെ വിശ്വാസത്തിൽ പലപ്പോഴും പതറിപ്പോകുന്ന അവസ്ഥകൾ വരാം, ഇടറിപ്പോകുന്ന അനുഭവങ്ങൾ വരാം. പക്ഷേ ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത ദൈവം, പുകയിന്ന് തിരിയെ കെടുത്തി കളയാത്ത ഒരു കർത്താവ് നിങ്ങളെ ആർദ്രതയോടെ നോക്കുന്നുണ്ട്. ഇവൻ കർത്താവിന്റെ പുറകെ പോയ ആ പോക്കിനെ കുറിച്ച് തിരുവെഴുത്തിൽ പറയുന്ന 2-3 വചനങ്ങളുണ്ട്. ഒന്ന്, അവസാനം കാണാൻ അവൻ പിന്നാലെ ചെന്നു എന്ന് വായിക്കുന്നു. 2 തിരുവെഴുത്ത് വായിക്കുകയാണ്, അവൻ അകലം വിട്ട് യേശുവിനെ അനുഗമിച്ചു. നിന്നോട് കൂടെ തടവിലാകാൻ, നിന്നോട് കൂടെ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞവൻ ഇപ്പൊ എങ്ങനെയാ കർത്താവിന്റെ പുറകെ പോയത്? അകലം വിട്ട് കർത്താവിനെ അനുഗമിച്ചു. 3, അവൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ അവൻ പിന്നാലെ ചെന്നു. ഏതാ? നിന്നോട് കൂടെ തടവിലാകാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് അവൻ പിന്നാലെ ചെന്നു. പക്ഷേ
ആ സ്വന്തം ശക്തിയിലുള്ള പിൻഗമിക്കൽ നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ പറ്റത്തില്ല. അതിനും നമുക്ക് ദൈവകൃപ കൂടിയേ മതിയാവും. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി എന്നാ വായിക്കുന്നത്. യേശു നോക്കിയ രണ്ടാമത്തെ സന്ദർഭം, സക്കായിയെ യേശു മേൽപ്പാട്ട് നോക്കി അവനെ പേര് ചൊല്ലി വിളിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. കർത്താവ് സക്കായിയെ രക്ഷിച്ച ആ സംഭവം നമുക്ക് നന്നായിട്ട് അറിയാം. സക്കായി യേശുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആ വേദഭാഗത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ അവൻ ശ്രമിച്ചു. എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു, വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. യേശു എങ്ങനെയുള്ളവനാണെന്ന് കാണാൻ പത്രോസിനെ പ്രേരിപ്പിച്ച 4 കാരണങ്ങൾ ഞാൻ അവിടുന്ന് ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ചുങ്കക്കാരെ യേശു നീതീകരിക്കുന്നു. 18-ാം അധ്യായത്തിൽ നോക്കിക്കുക, അതിന് തൊട്ട് മുകളിൽ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഉപമ. ഒരിക്കൽ ഒരു ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാൻ പോയി. പരീശൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചു, അവൻ തന്നെ തന്നെ നീതീകരിച്ചു പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്ന് സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ കരുത്തില്ലാത്തവനായി മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. തിരുവെഴുത്ത് വായിക്കുകയാണ്, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. പരീശൻ തന്നെ തന്നെ നീതീകരിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം നീതീകരിക്കുന്നവനാണ് നീതിമാൻ. അക്കാലത്ത് ചുങ്കക്കാരെയും വേശികളെയും ഒക്കെ പാപികളായിട്ടാണ് കണ്ടിരുന്നത്. കാരണം സ്വന്തം നാട്ടിൽ വിദേശികളായ റോമക്കാർക്ക് വേണ്ടി സ്വന്തം ജനമായ യഹൂദന്മാരിൽ നിന്ന് കരം പിരിക്കുന്നവരാണ് സക്കായി. അതുകൊണ്ട് യഹൂദന്മാരെല്ലാം ഇവരെ മനസ്സുകൊണ്ട് വെറുത്തിരുന്നു. എല്ലാവരും ചുങ്കക്കാരെ പാപികളായി കാണുമ്പോൾ ആ പാപിയായ ചുങ്കക്കാരനെ നീതീകരിക്കുന്ന ഒരു യേശുക്രിസ്തു ഉണ്ട് എന്ന് ആ ഉപമ അവൻ കേട്ടിരിക്കാം. രണ്ടാമത്തെ കാരണം, ജന്മനാ കുരുടനായിരുന്ന ഒരുവന് യേശു കാഴ്ച നൽകി. 18-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നോക്കിക്കേ, 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 18:35. അവൻ എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. ഭിക്ഷ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. ഒരു ഭയങ്കര ബഹളം ഇവൻ കേട്ടു. ആരാന്ന് ചോദിച്ചപ്പോ ദാവീദ് പുത്രനാണെന്ന്. മശിഹ വരുമ്പോൾ കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. മശിഹയാണ് ദാവീദിന്റെ പുത്രൻ. ആ ദാവീദ് പുത്രൻ വന്നിരിക്കുന്നു എന്ന് അവൻ കേൾവി കേട്ടു. അവൻ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. പുരുഷാരോ മിണ്ടാതിരിക്കെ എന്നവനെ ശാസിച്ചെങ്കിലും അവൻ ഉറക്കെ വിളിച്ചു. യേശു അവിടെ നിന്നു. എന്നിട്ട് യേശു പറഞ്ഞു, അവനെ വിളിക്കാൻ പറഞ്ഞു. മിണ്ടാതിരിക്കെ എന്ന് പറഞ്ഞ് അവനെ ശാസിച്ച ആളുകൾ തന്നെ ചെന്ന് അവനോട് പറഞ്ഞു, കർത്താവ് നിന്നെ വിളിക്കുന്നു. ഈ ഭിക്ഷക്കാരനാകെ കൂടെ ഉള്ളത് തണുപ്പത്ത് പുതയ്ക്കാനൊരു പുതപ്പ്, ഭിക്ഷ യാചിക്കാനുള്ളൊരു പാത്രം. യേശു നിന്നെ വിളിക്കുന്നു എന്ന് അവനോട് അറിയിക്കപ്പെട്ടപ്പോൾ അവൻ തന്റെ പുതപ്പ് ഇട്ടുകളഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കിലേക്ക് ചെന്നു. യേശുവിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, റബി, കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. യേശുവിന് കാഴ്ച നൽകി. അവൻ ആ പഴയ പാത്രം ഉണ്ടല്ലോ, ഭിക്ഷപാത്രം, അതവിടെ ഇട്ടിട്ടാ പോന്നെ. അവൻ പുതച്ചോണ്ടിരുന്ന പുതപ്പുണ്ടല്ലോ, അതവിടെ ഇട്ടിട്ടാ പോയത്. ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായി ആ പട്ടണത്തിലേക്ക് വരുമ്പോ ആർക്കും വേണ്ടാത്ത രീതിയിൽ ഒരു പഴഞ്ച പുതപ്പ് കിടക്കുന്നു, ആർക്കും വേണ്ടാത്ത രീതിയിൽ ഒരു ഭിക്ഷപാത്രം കിടക്കുന്നു. ആ യേശു ഒരുപക്ഷെ ചോദിച്ചിരിക്കാം, ഈ പാത്രം ആരുടെയാ, ഈ പുതപ്പ് ആരുടെയാ? അവര് പറഞ്ഞു, ഇവിടെ ഒരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു. യേശുവിന് കാഴ്ച നൽകി. ആ പുതപ്പ് അവനെ സ്വാധീനിച്ചു, ആ പാത്രം അവനെ സ്വാധീനിച്ചു. കാരണം കരം പിരിക്കാൻ വേണ്ടി നിരവധി തവണ പട്ടണത്തിൽ എത്തിയിട്ടുള്ള സക്കായി കുരുടനെ കണ്ടിട്ടുണ്ട്. ഭിക്ഷയാചിച്ചുകൊണ്ട് വഴിയരികെ അവൻ ഇരുന്നിരുന്നു. ദീർഘകാലമായി അവിടെ ഇരിക്കുന്ന, ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്ന അവനെ സക്കായി പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പോ ആളില്ല, പാത്രം മാത്രമേ ഉള്ളൂ, പുതപ്പ് മാത്രമേ ഉള്ളൂ. എന്താ സംഭവിച്ചെന്ന് തിരക്കിയപ്പോൾ അവൻ അറിഞ്ഞു, എന്ത്? നസറായനായ യേശു
അവന് കാഴ്ച നൽകി. അത് കേട്ടപ്പോൾ അവന്റെ ഉള്ളിൽ ഒരാഗ്രഹം, ആ യേശു എങ്ങനെയുള്ളവൻ കാണുവാൻ ശ്രമിച്ചു. മൂന്നാമത്തെ കാരണം, അവന്റെ കയ്യിൽ കിട്ടിയ ഒരു റിസൈൻ ലെറ്ററാ. ഞാൻ പോവുക, ഇനി നിന്റെ കൂടെ ഞാൻ ജോലിക്കില്ല, ഇത്രയും കാലം നിന്നല്ലോ, വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ഒരു കത്ത് അവന് കിട്ടി. എന്താ കത്ത്? തിരുവെഴുത്ത് നോക്കിക്കേ. ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്ന സക്കായി എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ ഇവിടെ ഈ ടോൾ ബൂത്തുകൾ കണ്ടിട്ടില്ലേ? ഇത് ഒരാള് ടെൻഡർ ചെയ്ത് ലേലം വിളിച്ചെടുക്കുന്നതാണ്. എത്രയോ ലക്ഷം രൂപ ആദ്യമേ കൊടുക്കും. 5 ലക്ഷം രൂപയ്ക്ക് ഇത് ഇനി ടെൻഡർ എടുക്കുകയാണ്. എന്നിട്ട് ഇവൻ ജോലിക്കാരെ നിർത്തി എന്ത് ചെയ്യും? എല്ലാ വണ്ടിയുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചെടുക്കും. 5 ലക്ഷം രൂപ മുടക്കി ഇത് ലേലം വിളിച്ചെടുത്തവൻ കുറഞ്ഞത് 25 ലക്ഷം രൂപയെങ്കിലും തിരിച്ചെടുക്കും. ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു സക്കായി. തന്റെ കീഴിൽ ഒത്തിരി ജോലിക്കാരുണ്ടായിരുന്നു, ചുങ്കക്കാര്. അവരെ നിർത്തിയാണ് ഇവൻ പൈസ പിരിക്കുന്നത്. അല്ലാതെ ഇവൻ ഓരോരുത്തരും പോയി പിരിക്കത്തില്ല. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് ഇവൻ. അപ്പൊ കീഴുദ്യോഗസ്ഥന്മാരെ നിർത്തിയാണ് എന്ത് ചെയ്യുന്നത്? ചുങ്കം പിരിക്കുന്നത്. അവന്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരനായ ചുങ്കക്കാരൻ, അവന്റെ പേര് ലേവി എന്ന് മറുപേരുള്ള മത്തായി. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം മത്തായി സുവിശേഷം എഴുതിയ ലേവി. എന്തായിരുന്നു അവന്റെ ജോലി? ചുങ്കം പിരിവുകാരനായിരുന്നു. യേശു ഒരിക്കലും ആ റോഡേ കൂടെ പോകുമ്പോ ചുങ്കം പിരിച്ചുകൊണ്ട് ഒരുത്തൻ വഴി വെക്കി നിൽക്കുന്നുണ്ടു. അവനോട് പറഞ്ഞു, എന്റെ പിന്നാലെ വരാൻ. ഒറ്റ വിളി, എന്റെ പിന്നാലെ വരിക. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? കണക്ക് ബുക്കൊക്കെ കളഞ്ഞിട്ട് യേശുവിന്റെ പുറകെ പോയി. യേശുവോട് ചെന്ന് അവരെല്ലാം കൂട്ടിയിരുത്തി ദൈവത്തിന്റെ വചനം പറയാൻ തുടങ്ങി, ദൈവരാജ്യത്തെ കുറിച്ച് പറയാൻ തുടങ്ങി. അവന്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്തു. തീർന്നില്ല, അവനൊരാഗ്രഹം. എന്റെ കൂട്ട് ഇന്നും ഈ ഗവൺമെന്റിന് വേണ്ടി പണം പിരിച്ചുകൊണ്ട് നടക്കുന്ന വേറെ ഒത്തിരി ചുങ്കക്കാരില്ലേ, അവർക്കൊന്നും ഈ യേശുവിനെ അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു മാർഗം അവൻ കണ്ടെത്തി. അവന് ചെറിയൊരു മീറ്റിംഗ്, അവന്റെ വീട്ടിലാ മീറ്റിംഗ്. അവന് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവനൊരു കാര്യം ചെയ്തു, പ്രസംഗിക്കാൻ അറിയാവുന്ന കർത്താവിനെ വിളിച്ചു. പിന്നെ അവന്റെ കൂടെയുള്ള ചുങ്കക്കാരെ മുഴുവൻ, കൊളീഗ്സ് അല്ലേ, കോവർക്കേഴ്സ്, അവരെ മുഴുവൻ വിളിച്ചു. അവർക്ക് വേണ്ടി വീട്ടിലൊരു സദ്യ ഒരുക്കി. ആ സദ്യയെ കുറിച്ച് വീട്ടിലൊരു സദ്യ ഒരുക്കി എന്ന് മാത്രമേ മത്തായി സുവിശേഷത്തിലുള്ളൂ. എന്നാൽ ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എഴുതിയ ലൂക്കോസ് ആ സദ്യയെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്: ലേവി തന്റെ വീട്ടിൽ യേശുവിനും കൂട്ടർക്കും വേണ്ടി വലിയൊരു വിരുന്നൊരുക്കി. മത്തായി പറഞ്ഞപ്പോ വീട്ടിലൊരു സദ്യ ഒരുക്കി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ ലൂക്കോസ് അത് എഴുതിയപ്പോ വെറുതെ സദ്യ ആയിരുന്നില്ല, വലിയൊരു സദ്യ. അന്ന് ആ കമ്പനിയുടെ ബോസായിരുന്ന സക്കായിയെ വിളിച്ചു. സാറ് വരണം, നാളെ ഞങ്ങളുടെ വീട്ടിലൊരു മീറ്റിംഗ് ഉണ്ട്, യേശു കർത്താവ് വരുന്നുണ്ട്, ഞാൻ ബാക്കി ജോലിക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞു, നിങ്ങളൊക്കെ പോയിക്കോ, ഞാൻ വരുന്നില്ല. അന്ന് പുള്ളിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഒരൊറ്റ മീറ്റിംഗിൽ സംബന്ധിച്ചപ്പോ സർക്കാർ ജോലി പോലും കളഞ്ഞിട്ട് യേശുവിന്റെ പുറകെ ആമേൻ മത്തായി പോയെങ്കിൽ ആ യേശു എങ്ങനെയുള്ളവനാണെന്നുള്ള ചിന്ത അവനെ പിടിച്ചുലച്ചു. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. ആ സാധാരണ ചുങ്കക്കാരനായിരുന്നു മത്തായി. തന്റെ ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ എഴുതി കൊടുത്ത കത്ത് ഒരു പക്ഷേ അങ്ങനെയൊന്നും വേദപുസ്തകത്തിൽ വായിക്കുന്നില്ലെങ്കിലും എൻ്റെ ഭാവനയിൽ പറയുക, സ്തോത്രം, ആ റിസൈൻ ലെറ്റർ അവനെ സ്വാധീനിച്ച മറ്റൊരു കാര്യമാണ്. അവനെ പ്രേരിപ്പിച്ച മറ്റൊരു കാര്യം, യേശു ക്രിസ്തു പറഞ്ഞ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് യേശു വിളിക്കപ്പെട്ടു. യേശുവിനെ അങ്ങനെയാണ് ആളുകൾ വിമർശിച്ചത്. ഇവൻ തിന്നിയും കുടിയനുമാണ്, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണ്, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനാണ്. ആളുകൾ യേശുവിനെ വിളിച്ച വിളി ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. യേശു ക്രിസ്തു സ്നേഹിക്കാത്ത പാപിയില്ല, യേശു ക്ഷമിക്കാത്ത പാപവുമില്ല. എല്ലാവരും അകറ്റി നിർത്തുന്നവനെ ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവുണ്ട്. സഹോദരങ്ങളെ, യേശുവിന്റെ സ്നേഹം ആർക്കും വർണ്ണിപ്പാൻ കഴിയുന്നതിനേക്കാൾ അതീതമായ സ്നേഹമാണ്. യേശു യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ആ പ്രമാണിയായ സക്കായിക്ക് യേശു എങ്ങനെയുള്ളതെന്ന് കാണാൻ ഒരാഗ്രഹമുണ്ടായി. പക്ഷേ വലിയാർത്തി കർത്താവിനെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി ചെന്നപ്പോ പറ്റത്തില്ല. 2 തടസ്സം. ഒന്ന്, ആളുകളെല്ലാം കൂടെ കൂടി നിൽക്കുക. തിരുവെഴുത്ത് വായിക്കുന്ന നോക്കിയേ, പുരുഷാര നിമിത്തം കാണാൻ കഴിഞ്ഞില്ല. ആള് കൂടി നിൽക്കുകയാണെങ്കിലും പുള്ളിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? സക്കായിക്ക് എല്ലാവരെ പോലെ എന്തില്ല, പൊക്കമില്ല, അപകർഷതാബോധമുള്ളവനായിരുന്നു, ഒരുപാട് പോരായ്മകൾ ഉള്ളവനായിരുന്നു. പക്ഷെ അവനിൽ ഒരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നു.
തടസ്സം പറഞ്ഞിട്ട് അവൻ വീട്ടിലിരുന്നില്ല. ഞാൻ വലിയ യേശുവിനെ കാണാൻ ചെന്നപ്പോൾ ഇവന്മാരെല്ലാം കൂടെ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് 4 ഫള്ളും പറഞ്ഞിട്ട് തിരിച്ചു പോയില്ല. എനിക്ക് ടോയറോ ഇല്ല, ഇവന്മാരോട്ട് സമ്മതിക്കത്തുമില്ല. എന്നാ പിന്നെ ഞാൻ പോകുമെന്ന് പറഞ്ഞ് പോയില്ല. പുള്ളി ആ പ്രശ്നത്തെ എനിക്ക് എങ്ങനെ അതിജീവിക്കാം എന്നുള്ള കർമ്മപദ്ധതി ആവിഷ്കരിച്ചു. അവൻ എന്താ ചെയ്തത്? 2 കാര്യം. അവൻ മുൻപോട്ടോടി മരത്തേൽ കയറി യേശുവിന് വേണ്ടി കാത്തിരുന്നു. പലരും വിശ്വാസ ജീവിതത്തിന് വിഘാതമായുള്ള തടസ്സങ്ങളെ കുറിച്ച് എപ്പോഴും പറയുന്നത്. എനിക്ക് അതുകൊണ്ടാ മാസ്റ്റർ, ഇതുകൊണ്ടാ മാസ്റ്റർ, അങ്ങനെ കുഴപ്പമുണ്ട്, ഇങ്ങനെ പോരായ്മയുണ്ട്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷേ ആ പ്രശ്നത്തെ അതിജീവിക്കാൻ നീയായിട്ട് എന്ത് കർമ്മപദ്ധതി ആവിഷ്കരിച്ചു? ഉയരമില്ല, പക്ഷെ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. യേശുവിനെ കാണാൻ ഉയരമുള്ള ഒരു മരത്തേൽ കയറാൻ എനിക്ക് കഴിയും. അവൻ മുമ്പോട്ടോടി ഒരു മരത്തേൽ കയറി യേശുവിന് വേണ്ടി കാത്തിരുന്നു. കുറെ നേരമായിട്ട് അവൻ കാത്തിരിക്കുക. അത്തിമരത്തിനൊരു പ്രത്യേകതയുണ്ട്, ഒരുപാട് ഇലയുള്ള മരമാണ്. സ്വതന്ത്രം. ഈ പുള്ളിയുടെ ആഗ്രഹം എന്താ പറയുക? എനിക്ക് യേശുവിനെ ഒന്ന് കാണണം, യേശു എന്നെ കാണരുത്. ഇലക്കിടയില് ഒളിഞ്ഞിരുന്നുണ്ട് കടന്നു പോകുന്ന യേശുവിനെ എനിക്കൊന്ന് പുറമേ കണ്ടാൽ മതി, അതിനുവേണ്ടി അവൻ കാത്തിരുന്നത്. പക്ഷേ ആ സ്ഥലത്ത് എത്തിയപ്പോൾ യേശു മേൽപോട്ട് നോക്കി. അടുത്ത പദം, സക്കായിയെ വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. യേശുവിനെ ആ ഇലകൾക്കിടയിലിരുന്ന് പുറമേ ഒന്ന് കാണാൻ മാത്രമേ സക്കായി ആഗ്രഹിച്ചുള്ളൂ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന കർത്താവ് അവനോട് പറഞ്ഞ ഒരു സന്ദേശമുണ്ട്. കുഞ്ഞെ, നീ എന്നെ പുറമേ കാണാൻ ആഗ്രഹിച്ചത്, എന്നാൽ ഞാൻ നിന്റെ അകം കണ്ടു. നീ ഉയരം കുറഞ്ഞവനാണെന്നല്ല ഞാൻ കണ്ടത്, ആഗ്രഹമുള്ളവനാണെന്ന്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ നീ ശ്രമിക്കുന്നവനാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്ഥലത്ത് വന്നപ്പോൾ യേശുവിന്റെ പേര് ചൊല്ലി വിളിച്ചു. നിന്റെ പേര് കർത്താവിനറിയാം. അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കണം. നീ അവന്റെ പ്രതികരണം നോക്കിക്കേ. തിരുവെഴുത്ത് പറയുന്നത്, അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. ബന്ധപ്പാടുകൂടാതെ ആർക്കും കർത്താവിന്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. ഒഴുക്കിനനുസരിച്ച് നീന്തി എത്താൻ പറ്റുന്ന ഒരിടമല്ല യേശുവിന്റെ സന്നിധി. ഒഴുക്കിനെതിരെ നീന്തിയെങ്കിലേ യേശുവിന്റെ അടുക്കൽ വരാൻ പറ്റൂ. ബന്ധപ്പാട് കൂടാതെ ആർക്കും യേശുവിന്റെ അടുക്കൽ വരാൻ പറ്റില്ല. ഇനി അവൻ സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തിരിക്കുക. അവൻ യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. യേശുവിനെ കുറിച്ച് പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് വീടിന് രക്ഷ വന്നിരിക്കുന്നു. 2 ദൂത് അവിടെ ഞാൻ പറയാം. ഒന്ന്, അവന് ഇഷ്ടം പോലെ പണമുണ്ടായിരുന്നു, സർക്കാർ ജോലിയാണ്, നല്ല സ്വാധീനതയാണ്, നല്ല പൊസിഷനാണ്, പ്രമാണിയ, എല്ലാം ഉണ്ടെങ്കിലും അവനില്ലാത്ത ഒന്ന്, അവൻ ആത്മരക്ഷയില്ലായിരുന്നു. ആത്മരക്ഷ ലഭിച്ചത് യേശുവിനെ കൈക്കൊണ്ടപ്പോഴാ. 2, അവന്റെ വിളിപ്പേരെന്താ? അബ്രഹാമിന്റെ മകൻ. ഒരിക്കൽ സ്നാപക യോഹന്നാൻ ഇങ്ങനെയാണ് യഹൂദന്മാരോട് പറഞ്ഞത്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. യേശു ഒരിക്കൽ ദേവാലയത്തിൽ ചെന്നു. അവിടെ 18 വർഷമായ ഒരു കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവളോട് യേശു പറഞ്ഞു, എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ. പരീശന്മാരൊക്കെ ചോദിച്ചു, ഇത് ശബത്തിലാണോ സൗഖ്യമാക്കുന്നത്? യേശു എന്താ പറഞ്ഞത്? സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായി ഇവളെ അഴിച്ചു വിടേണ്ടതല്ലയോ? അബ്രഹാമിന്റെ മകളാ, പേരുണ്ട്, പക്ഷേ സാത്താൻ ബന്ധിച്ചിരിക്കുകയായിരുന്നു. യാതനാ സ്ഥലത്ത് കിടക്കുന്നവൻ ധനവാൻ. അബ്രഹാം പിതാവ് അവനെ തിരിച്ചു വിളിച്ചു മകനേന്ന്. ഇവൻ വിളിച്ചു പിതാവേന്ന്. അവിടുന്ന് പറഞ്ഞു മകനേന്ന്. അബ്രഹാമിന്റെ മകനാ, പക്ഷെ കിടക്കുന്നത് യാതനാ സ്ഥലത്താ. അബ്രഹാമിന്റെ മക്കളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അബ്രഹാമിന്റെ മകനാ, പക്ഷേ ആത്മരക്ഷയില്ലായിരുന്നു സക്കായിക്ക്. അബ്രഹാമിന്റെ മകളാണ്, പക്ഷേ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരിക്കുകയായിരുന്നു. അബ്രഹാമിന്റെ മകനാ, പക്ഷേ ധനവാൻ യാതനാ സ്ഥലത്ത് കിടക്കുകയാ. അബ്രഹാമിന്റെ മക്കളെ സംരക്ഷണ ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. വിശ്വാസികളെങ്കിലോ അബ്രഹാമിന്റെ മക്കളാണ്. ഇവന് മാനസാന്തരമുണ്ടായി. യേശുവിനെ കാണുമ്പോൾ മനുഷ്യന് കുറ്റബോധമുണ്ടാകുന്നു. അവന് മാനസാന്തരമുണ്ടായി. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് ദൈവത്തിന്റെ കരുണ ലഭിക്കും. അവൻ യേശുവിൻ്റെ അടുക്കൽ അവന്റെ കുറ്റം ഏറ്റുപറയാൻ തുടങ്ങി. നിന്റെ തെറ്റ് ഒരു മനുഷ്യരോടും പറയണ്ട,
നിന്റെ തെറ്റെല്ലാം അറിയുന്ന യേശുവിനോട് നീ നിന്റെ തെറ്റേറ്റ് പറഞ്ഞാൽ അവൻ നിന്നെ നീതീകരിക്കും. അവൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുത്തേക്കാം. ഈ കണക്ക് എവിടുന്നാ കിട്ടിയത്? ഈ അനുപാതം എവിടുന്നാ കിട്ടിയത്? പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം. ഒരുത്തനൊരു കാളയെയോ ഒരാടിനെയോ മോഷ്ടിച്ചറക്കുകയാകട്ടെ വിൽക്കുകയാകട്ടെ ചെയ്താൽ അവനൊരു കാളയ്ക്ക് 5 കാളയെയും ഒരാടിന് 4 ആടിനെയും പകരം കൊടുക്കണം. ഓക്കെ, ഒരുത്തൻ ഒരു കാളയോ ഒരാടിനെയോ മോഷ്ടിച്ച് അറക്കുകയോ വിൽക്കുകയോ ആകട്ടെ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് 5 കാളയെയും ഒരാടിന് 4 ആടിനെയും പകരം കൊടുക്കണം. ഒരാടിന് 4 ആട്. അതാണ് അവൻ പറഞ്ഞത്. ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കാം. തെറ്റേറ്റു പറഞ്ഞു. യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. യേശു ആ വീട്ടിലോട്ട് ചെന്ന് കയറിയപ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. യേശു നോക്കിയ 3-ാമത്തെ സന്ദർഭം, അവനെ ഉയർപ്പിക്കുമ്പോൾ അപ്പോൾ യേശു മേൽപോട്ട് നോക്കി. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. യേശു നോക്കി എന്ന് പറയുന്ന 3-ാമത്തെ വചനം, ലാസറിന്റെ ഉയർപ്പിന്റെ വേളയിൽ നാറ്റം വെച്ച ദ്രവത്വമുള്ള മരിച്ചിട്ട് 4-ാം ദിവസമായ അന്ന് അവനെ ഉയർപ്പിക്കുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു, അപ്പോൾ യേശു മേൽപോട്ട് നോക്കി. യേശു മരണവീട്ടിലേക്ക് ചെല്ലുകയാണ്. കൂലിക്ക് കരയുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ യേശു ഉള്ളം നൊന്തു കരഞ്ഞു എന്ന് വായിക്കും. അവരോട് കൂടെ ഇരുന്ന് കരയുന്ന യഹൂദന്മാർ, അപ്പോൾ അവര് കരയുന്നവരാ, കൂലിക്ക് കരയുക. നിങ്ങളുടെ അപ്പനും അമ്മയും മരിച്ചാൽ നിങ്ങൾ കരയേണ്ട. അവർ വന്ന് 8 മണിയാകുമ്പോൾ ഡ്രസ്സ് മാറും, ബോഡിയുടെ അടുക്ക വന്നിരുന്ന് കരയും. 5 മണിയാകുമ്പോൾ കാശും വാങ്ങിച്ചോണ്ട് പോകും, കൂലിക്ക് കരയുക. പക്ഷെ യേശുവിനെ കുറിച്ച് വായിക്കുന്നത് അവൻ ഉള്ളം നൊന്ത് കരഞ്ഞു എന്നാണ്. കരയുന്നവരോടുകൂടെ കരയുന്ന കർത്താവ്, ഉള്ളം നൊന്ത് കരയുന്ന കർത്താവ്. അവനെ വെച്ച സ്ഥലം എവിടെയെന്ന് യേശു ചോദിച്ചു. അവര് കല്ലറ കാണിച്ചു കൊടുത്തു. കല്ല് മാറ്റി വീണെന്ന് യേശു പറഞ്ഞു. അവർ കല്ല് മാറ്റി. ലാസറെ പുറത്തു വരിക എന്ന് യേശു ഉറക്കെ വിളിച്ചു. അവൻ ജീവനുള്ളവനായി പുറത്തു വന്നു. കയ്യും കാലും കെട്ടിയേക്കുക, മുഖം റൂമാല് കൊണ്ട് മൂടിയൊരുവൻ വിളിക്കുമ്പോ എങ്ങനെയാ പുറത്തു വരുന്നത്? ഇത് കല്ലറയ്ക്കുള്ളിരിക്കുക, ഇരുട്ട് മുറിക്കകത്ത് നാറ്റം വെച്ചിരിക്കുക, കയ്യും കാലും കെട്ടിവെച്ചേക്കുക. പക്ഷെ യേശു വിളിച്ചപ്പോ ഏത് കെട്ടാണെങ്കിലും ഏത് ദ്രവിച്ച അവസ്ഥയാണെങ്കിലും യേശു വിളിച്ചാൽ അവൻ ജീവനുള്ളവനായി പുറത്തു വരും. യേശുവിന്റെ അടുക്കൽ വരാൻ കെട്ടുകൾ വിഷയമല്ല, അവസ്ഥകൾ വിഷയമല്ല. അവൻ ജീവനുള്ളവനായി പുറത്തു വന്നു. കല്ല് മാറ്റുമ്പോൾ എല്ലാവരും കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി. യേശു മുകളിലേക്ക് നോക്കി. കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കിയവർ പിറുവിറുത്തു. മുകളിലേക്ക് നോക്കി യേശു പ്രാർത്ഥിച്ചു. കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കിയവർ ദ്രവത്വം വെച്ച ലാസറിനെ കണ്ടു. എന്നാൽ 12-ാം അധ്യായം 2-ാം വാക്യം, ലാസറോ യേശുവിനോടുകൂടെ പന്തിയിലിരുന്നു. എല്ലാവരും കാണുന്നതല്ല യേശു കാണുന്നത്. ലോകം ഇന്ന് നിന്നെ കാണുന്നത് ഇന്നത്തെ നിന്റെ സ്ഥിതിയാ. എന്നാൽ യേശു കാണുന്നത് നാളത്തെ നിന്റെ സ്ഥിതിയാ. ഈ നാളുകൾ നിന്നെ കുറിച്ച് പറയുന്നത് നാറ്റം വെച്ചെന്നാ. ഈ നാളുകൾ നിന്നെ കുറിച്ച് പറയും ജീവനില്ലെന്നാ. ഈ നാളുകൾ നിന്നെ കുറിച്ച് പറയുന്നത് ഇരുട്ട് മുറിക്കകത്തെന്നാ. എന്നാൽ യേശുവിന്റെ ശബ്ദം നിന്നിൽ വരുത്തുന്ന പ്രകമ്പനം, നിന്നിൽ വരുത്തുന്ന പരിവർത്തനം നിന്നെ പുറത്തേക്ക് കൊണ്ടുവരും. സുഗന്ധം പൂശപ്പെട്ടവനായി സുഗന്ധപൂരിതമായ ഒരു സന്ദർഭത്തിൽ അവൻ യേശുവിനോടുകൂടെ പന്തിയിലിരിക്കുകയാ. യേശുവിന്റെ കണ്ണുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു നോക്കിയ 4-ാമത്തെ സന്ദർഭം, തല പൊക്കി നോക്കി. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കൂടെ വായിക്കാം. അവൻ തല പൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. എല്ലാവരും വന്ന് സ്തോത്രകാഴ്ച ഇടുക. അതിനുവേണ്ടി ഭണ്ഡാരക്കുറ്റി വെച്ചിട്ടുണ്ട്. ധനവാന്മാരൊക്കെ വന്ന് വലിയ നോട്ട് എല്ലാരും കാണുക, പിശുപിശാന്ന് പിശുക്കി എല്ലാവരെയൊക്കെ ഒന്ന് കാണിച്ച് ഇങ്ങനെ ഇടുക. ആൾക്കാരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി വലിയ നോട്ടുകൾ സ്തോത്രകാഴ്ച പാത്രത്തിലിടുകയാണ്. പക്ഷെ തിരുവെഴുത്ത് വായിക്കുന്നു, അപ്പോൾ ഒരു ദരിദ്രയായ ഒരു വിധവ മുൻപോട്ട് വന്നു. അവളുടെ കയ്യിലുള്ളത് ഒരു ചെറിയ നാണയത്തൊട്ടാണ്. അവളതൊരു പക്ഷെ കൈകൊണ്ട് ഇങ്ങനെ മുറുക്കെ പിടിച്ച് ആരും കാണാതെ കൊണ്ടുവന്ന് ആ ഭണ്ഡാരത്തിലേക്ക് ഇട്ടു. പക്ഷെ യേശുവിൻ്റെ കണ്ണിൽ ആ തുക വെളിപ്പെട്ടു. ധനവാന്മാർ സ്ത്രീ ഭണ്ഡാരത്തിലിടുന്നത് യേശു നോക്കിക്കൊണ്ടിരുന്നു. വിധവയായ സ്ത്രീ വന്ന് 2 കാശിന് തുല്യമായ
ഒന്ന് വായിച്ചാട്ട്, ആ തുകയുടെ വലിപ്പം ഒന്ന് വായിച്ചാട്ട്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 42-ാം വാക്യം. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. 2 കാശിന്റെ ഈക്വാലിറ്റി, അതിന്റെ വാലിഡിറ്റി എത്ര? 1 പൈസ. ആ 1 പൈസ അഥവാ 2 കാശ് യേശു പറയുകയാണ്, ഇവളെല്ലാവരെക്കാൾ ഇട്ടു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ ഇട്ടത്, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും ഇട്ടിരിക്കുന്നു. അവൾ ഒരു വിധവയാണെന്ന്, അവൾ ഒരു ദരിദ്രയാണെന്ന്, അവളുടെ ആകെ കൂടെയുള്ള തുകയാണിതെന്ന് കണ്ടതാണ് കർത്താവിന്റെ കണ്ണ്. ഒരു ധനികനായ മനുഷ്യൻ 10,000 രൂപ കർത്താവിന്റെ വേലയ്ക്ക് തന്നു എന്നിരിക്കട്ടെ, സപ്പോസ്. പക്ഷേ ഭർത്താവില്ലാത്ത, ജോലിയില്ലാത്ത, മക്കളില്ലാത്ത, രോഗിയായി കഷ്ടപ്പെടുന്ന ഒരു സാധുവായ സ്ത്രീ വേച്ചും വിറച്ചും വന്ന് 100 രൂപ കർത്താവിന്റെ വേലയ്ക്ക് തന്നാൽ ആ 10,000 രൂപയേക്കാൾ മൂല്യമുള്ളത് ആ 100 രൂപയ്ക്കാണ്. യേശു ആ നിലയിലാണ് അതിനെ കണ്ടത്. എല്ലാം അവൻ കാണുന്നുണ്ട്. നമ്മുടെ പുറമേയുള്ള ആകാരത്തെക്കാളുപരി നമ്മുടെ അകമേയുള്ള അവസ്ഥ കാണുന്ന ഒരു നല്ല കർത്താവിന്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.